കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ ദിനത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരങ്ങൾ ധാരാളമായിട്ടൊഴുകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നമുക്ക് ലഭിക്കട്ടെ. ദൈവസന്നിധിയിൽ നിലവിളിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ കുടുംബത്തിന്റെ മേലും കൃപയ്ക്ക് മേൽ കൃപ വർഷിക്കണമേ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും ദൈവമേ പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങയുടെ വലിയ കൃപകൾ ഞങ്ങൾക്ക് ചൊരിയണമേ. അങ്ങയുടെ വലിയ സ്നേഹം അനുഭവിക്കാൻ അനുഗ്രഹം തരണമേ. അത് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കെട്ടുപാടുകളും അഴിക്കണേ കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പവിത്രീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അങ്ങയുടെ ആത്മാവിന്റെ ജീവനെ ധാരാളമായിട്ട് വർഷിക്കണം കർത്താവിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെയധികം അഭിഷേകം നമുക്ക് നൽകുന്ന ഒരു വചനമാണ് നാം കേൾക്കാൻ പോകുക. ഹൃദയം തുറന്ന് നമുക്ക് വചനം കേട്ട് പ്രാർത്ഥിക്കണം, ശരിക്കും പ്രാർത്ഥിക്കണം. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സംഗ്രഹിക്കാം, നന്നായിട്ട് ധ്യാനിക്കാം. വചനം തുടങ്ങുന്നിങ്ങനെയാണ്: അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. ഈശോയുടെ പ്രബോധനം, വചനം ആളുകൾക്ക് വിസ്മയം നൽകുകയാണ്. കാരണം എന്താണ്? ദൈവവചനമാ. അടുത്ത വചനം പറയുന്നുണ്ട്, കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. കാരണം എന്തുകൊണ്ട്? അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു. അവനിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ദൈവാത്മാവാ, സത്യാത്മാവാ, സത്യദൈവമാ. അതുകൊണ്ടാണ് അവൻ്റെ വചനത്തിന് ആധികാരികതയുള്ളത്. വീണ്ടും വചനം പറയുന്നു, അവൻ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അവിടെ സിനഗോഗിലുണ്ടായിരുന്ന ഒരുവനിൽ അവൻ ഇളകുകയാണ്, ശരിക്കും അലറുകയാണ്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? തിന്മയുടെ ശക്തികൾക്ക് ക്രിസ്തുവിനെ എതിർപ്പാണ്, ഭയങ്കര എതിർപ്പാണ്. അവിടെ ഈശോയുടെ സാന്നിധ്യം വന്നപ്പോൾ അത് ഇളകുകയാണ്, ഭയങ്കരമായിട്ട് ഇളകുകയാണ്. അത് വിളിച്ചു പറയുക, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അവരാരും സമ്മതിക്കില്ല. അവിടെ ചില ആളുകൾ ധ്യാനിക്കാൻ സാത്താൻ സമ്മതിക്കില്ല. ചില ആളുകൾ തിന്മയെ ഉപേക്ഷിക്കാൻ തിന്മയുടെ ശക്തി സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. ചില കുടുംബത്തിൽ പ്രാർത്ഥന നടത്താൻ
തിന്മയുടെ ശക്തിയുള്ളവർ സമ്മതിക്കില്ല. ചില ആൾ കുമ്പസാരിക്കാൻ, കുർബാന സ്വീകരിക്കാൻ തിന്മയുടെ ശക്തി സമ്മതിക്കില്ല. യേശുവേ എന്ന് വിളിക്കാൻ സമ്മതിക്കില്ല. ധ്യാനാവസരങ്ങൾ കാണാറുണ്ട്. ധ്യാനം തുടങ്ങുന്ന സമയങ്ങൾ ചില ആളുകൾക്ക് വാടച്ചു കൂട്ടിയിട്ടിരിക്കുക. ആര് പറഞ്ഞാലും പ്രാർത്ഥിക്കില്ല, കരം ഉയർത്തില്ല, അവൻ പിടിക്കുക. ശരിക്കും അവനല്ല, അവനിലുള്ള തിന്മയുടെ ശക്തിയാണ്. ഒരിക്കൽ ഒരു സഹോദരൻ പറയായിരുന്നു, ഒരു യുവാവ് പറയായിരുന്നു, അച്ഛൻ ധ്യാനത്തിൻ്റെ മണിക്കൂറിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ക്ലാസ്സിന് കയറും, അച്ഛൻ ക്ലാസ്സിന് കയറുമ്പോഴേക്കും എനിക്ക് ഭയങ്കര അരിശം കയറിയ, ആക്രമിക്കാൻ പോലും എനിക്ക് തോന്നുകയാണ്, എല്ലാവരും ഉപദ്രവിക്കാൻ തോന്നുകയാണ്. ചെവി അടച്ചു പിടിക്കുക, കണ്ണടച്ചു പിടിക്കുക, വചനം കേൾക്കാൻ പറ്റത്തില്ല. അവസാനം അവൻ്റെ തലയിലേക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദത്തോടെ ഒരു തിന്മയുടെ ശക്തി അവന് വിട്ടുപോവുക. അപ്പോൾ അവൻ വളരെ ശാന്തനായിട്ട് പിന്നെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുക. ആ സമയത്ത് അവൻ പറഞ്ഞു, ആ സമയത്ത് ഒരു പ്രകാശം വന്ന് അവനെ മൂടുന്നതായിട്ട് അവൻ അനുഭവപ്പെടുകയാണ്. അവൻ ഒരുപാട് തിന്മയ്ക്ക് അടിമപ്പെട്ടവനായിരുന്നു. മദ്യപാനം, മറ്റു ദുശ്ശീലങ്ങൾ, ജഡിക പാവങ്ങൾ, വ്യഭിചാരം തുടങ്ങിയ മ്ലേച്ഛ പാവങ്ങൾ, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം, ഭയങ്കര വഴക്ക്, ആരെയും അനുസരിക്കത്തില്ല, അവനാരും വേണ്ട, പള്ളി പോകത്തില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല. കാരണം ഇതാണ് തിന്മയുടെ ശക്തി. അവൻ പള്ളി വിടത്തില്ല, ആഗ്രഹിച്ചാലും വിടിയല്ല. നമ്മൾ ആരെങ്കിലും ഉപദേശിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് കേൾക്കും, ഞാൻ പൊക്കോളാം. പക്ഷേ പെട്ടെന്ന് അവന് അടുത്ത ദിവസം കുർബാനയുടെ സമയമാകത്തേക്കും അവൻ വേറൊരു കാര്യം കയറി വരും, വേറെ കൊണ്ടുവരും, തിന്മയുടെ ശക്തി ഒരു പ്രശ്നം കൊണ്ടുവരും, എന്നിട്ട് അവനെ മാറ്റിക്കൊണ്ടുപോകും. കാരണം അന്ധകാരം കയറി കഴിഞ്ഞു. ചിലർക്ക് പണത്തിൻ്റെ ചിന്ത കയറ്റി കൊടുക്കും, ആ വഴിക്ക് കൊണ്ടുപോവുകയാണ്. കാരണം തിന്മയുടെ ശക്തിയെ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുക. അവനിഷ്ടമില്ല, ഈശോ ഇഷ്ടമില്ല, സുവിശേഷം. പക്ഷെ അവനറിയാം ഈശോ ആരാണെന്നറിയാം. അവൻ പോയേ പറ്റൂ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വെച്ചവന് പോയേ പറ്റൂ. ഇവിടെ കാണാൻ പറ്റും തിന്മയുടെ ശക്തി ഇവനെ ഇളകിയതെപ്പോഴാ? ഈശോയുടെ സാന്നിധ്യം അവിടെ വന്നപ്പെടാം. ക്രിസ്തു അവൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ തിന്മയുടെ ശക്തി ഓടി മാറുകയാണ്, ഇളകി ദേഷ്യപ്പെട്ടു പോവുകയാണ്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ചില മദ്യപാനികൾ പറയും, ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു? ചില പാപാവസ്ഥയ്ക്കായിട്ട് നമുക്ക് ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു? ഞങ്ങൾ ഇതിൽ കഴിഞ്ഞോളാം, ആരും ഇടപെടണ്ട, ആരും എൻ്റെ കാര്യം നോക്കണ്ട, ആരും എന്നെ നന്നാക്കാൻ നോക്കണ്ട. ശരിക്കും ഇവനിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ സത്യ. അവൻ നമുക്കറിയാം, അവനെ അത് അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചില വീടിനെ പോലും കാണാൻ പറ്റും, ഞങ്ങൾ ആരും എൻ്റെ വീട്ടിൽ വരണ്ട, ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്ക് പണമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഈ പ്രാർത്ഥന ആവശ്യമൊന്നുമില്ല. തിന്മയുടെ ശക്തിയിലായിട്ട് ആധിപത്യത്തിൽ കഴിയുന്ന വ്യക്തിത്വങ്ങൾ. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. അവനറിയാം ഈശോയുടെ ആഗമനോദ്ദേശം അവനെ നശിപ്പിക്കാന്നുള്ളത്. 1 യോഹന്നാൻ 3:8 പറയുന്ന പോലെ പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുക എന്നതാണ് ദൈവപുത്രന്റെ ആഗമന ഉദ്ദേശമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയാം. തിന്മയുടെ ശക്തിയെ നശിപ്പിക്കുക, to destroy the evil power. അപ്പൊ തിന്മയുടെ ശക്തികൾ നശിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ മാത്രം. ഈശോ വന്നു കഴിയുമ്പോൾ ആ തിന്മയുടെ ശക്തി ഓടി മാറും, പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതിനറിയാം പോയേ പറ്റൂ. അതാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ആണ് ചില മക്കളൊക്കെ പറയാറുണ്ട്, ചില വ്യക്തികളെ തലയ്ക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കും, ദർശനത്തിലൂടെ കാണിക്കും, കത്തിക്കരിഞ്ഞു പോകുന്ന കാണാൻ ഒരു തിന്മയുടെ ശക്തി പോകുന്ന കാണാൻ പറ്റും. ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കാണാൻ പറ്റും, ചില വ്യക്തികൾ ഇറങ്ങി ഓടുന്ന കാണാൻ പറ്റും, ചാമ്പലായി പോകുന്ന കാണാൻ പറ്റും. കാരണം അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ തിന്മയുടെ ശക്തി ഓടി മാറുന്ന കാണാൻ പറ്റും. ചില കുടുംബങ്ങളിൽ പ്രാർത്ഥന നടത്തിയല്ല, സന്ധ്യസമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ചില ആൾക്ക് ജപമാല ചൊല്ലാൻ പറ്റത്തില്ല, ചിലർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. എനിക്കറിയാം, ഒരിക്കലും ഒരു കുഞ്ഞ് ബ്ലാക്ക് മാസിന് പോയൊരു കുഞ്ഞ്, അത് മാനസാന്തരത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ട് പറ്റത്തിൽ സമ്മതിക്കില്ല. അതിനെ പുറകോട്ട് വലിക്കുക, ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കുക. അതിന് കുമ്പസാരിക്കുമ്പോൾ ശരിക്കും തുറന്ന് കുമ്പസാരിക്കാൻ പറ്റത്തില്ല, സമ്മതിക്കില്ല. തുറന്ന് കുമ്പസാരിക്കാൻ സമ്മതിക്കത്തില്ല, പശ്ചാത്തപിക്കാൻ സമ്മതിക്കത്തില്ല, ചെയ്തു പോകുന്ന തെറ്റിനെ ഓർത്ത് അനുദപിക്കാൻ, കണ്ണുനീരൊഴുക്കാൻ സമ്മതിക്കില്ല കുഞ്ഞിനെ. ആ നാളുകളിൽ ആ കുഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഒരിടത്ത് കുമ്പസാരിപ്പിച്ചു. കുർബാന കൊടുക്കാൻ നോക്കുന്നുണ്ടോ വായിന്ന് തുപ്പിക്കളെ നോക്കുക. സംഭവിച്ച കാര്യം, തുപ്പിക്കളെ നോക്കുക, സ്വീകരിക്കാൻ സമ്മതിക്കില്ല, റിജക്റ്റ് ചെയ്യിക്കുക. പണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവമുള്ളതാണ്. ഒരു യുവാവിനെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു, പക്ഷെ അവൻ സമ്മതിക്കില്ല. അവൻ വേണ്ട, എനിക്ക് വേണ്ട, കുമ്പസാരവും വേണ്ട, കുർബാനയും വേണ്ട. 1 വർഷം തികയുന്നതിന് മുമ്പ് ആ കുഞ്ഞ് സൂയിസൈഡ് ചെയ്ത് ആത്മഹത്യ ചെയ്ത സംഭവം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇതാണ്, സമ്മതിക്കില്ല.
ഈശോ അടുക്കാൻ സമ്മതിക്കത്തില്ല. ആ പ്രിയപ്പെട്ടവർ, ഇത്ര അർത്ഥത്തിൽ നമുക്കൊരു വ്യക്തിയെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അത് ദൈവത്തിൻ്റെ വചനം തന്നെ അത് പറയുന്നുണ്ട്. എങ്ങനെ ഇതിനെ തകർക്കാൻ, നശിപ്പിക്കാൻ സാധിക്കുമെന്നത് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്. അത് ഈശോ പറയുന്ന ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വചനം: ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റവനെ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. അതായത് ബന്ധിക്കണം, ശക്തനായ ഒരുവനെ ബന്ധിക്കണം, ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുമ്പോൾ, അധികാരത്തോടെ സഭ പ്രാർത്ഥിക്കുമ്പോൾ ആ തിന്മയുടെ ശക്തിയിൽ ബന്ധിക്കപ്പെടും. പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അഴിക്കും, കെട്ടുക, അഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കെട്ടിയിട്ടിരിക്കും കെട്ടുകൾ, അത് അവൻ്റെ ശരീരത്തിലുള്ള കെട്ട്. ചിലപ്പോൾ അത് അഴിച്ചാൽ മാറുള്ളൂ. ചിലത് അവൻ്റെ പ്രവർത്തനത്തെ, വീട്ടിൽ ചിലപ്പോൾ തിന്മയുടെ പ്രവർത്തിക്കുന്നു, തകർച്ച വരുന്നു, രോഗം വരുന്നു, ജോലി തടസ്സം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അവിടെയുള്ള നന്മയെല്ലാം തകർത്തുകൊണ്ടിരിക്കുക, മക്കളുടെ പഠനത്തെ തകർത്തുകൊണ്ടിരിക്കുക, വിശ്വാസം തകർത്തുകൊണ്ടിരിക്കുക, എല്ലാം കളഞ്ഞു. അപ്പോൾ അതിനെ യേശുനാമത്തിൽ ബന്ധിക്കണം, യേശുവിന് നാമത്തിൽ ബന്ധിക്കണം. മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വേറെ ഒന്നും ചെയ്ത് പറ്റത്തില്ല. സഭയ്ക്ക് അധികാരം കർത്താവ് ഓർത്തിരിക്കുക. അതാണ് ലൂക്കാ സുവിശേഷം 9:1-2 വചനം. അവൻ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അവന് ശക്തി കൊടുക്കുക. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. ആ ഒരു ശക്തിയിൽ മാത്രം അത് വിട്ടുപോകുള്ളൂ. ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വിട്ടുപോകുക. ഇവിടെ കാണാൻ പറ്റും, ഈശോ ആ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുമ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോവുക. യേശു അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ, അധികാരം കിട്ടിക്കഴിയുമ്പോൾ, ആത്മീയ അധികാരം സഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ അധികാരത്തോടുകൂടി കൽപ്പിച്ചു കഴിയുമ്പോൾ ഇത് വിട്ടുമാറുകയാണ്. അല്ലെങ്കിൽ അതവിടെ പ്രവേശിപ്പിക്കത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പല വ്യക്തികളും ഇവൻ്റെ ആധിപത്യത്തിലാണ്, അടിമത്തത്തിലാണ്. 1 യോഹന്നാൻ 5:19 യോഹന്നാൻ അപ്പോസ്തലൻ ഈ തിന്മയുടെ ശക്തികൾ ലോകത്ത് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 5:19 പറയുകയാണ്, ദുഷ്ടൻ അവനെ തൊടുകയില്ല, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അവൻ്റെ ശക്തി വലയം, അവൻ്റെ ഭാവം, അവൻ്റെ ശക്തി വലയം, അവൻ്റെ ശക്തി കൊണ്ട് നമ്മളെ വലയം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ പുറത്താക്കണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുള്ളൂ, യേശു നാം വിളിക്കാൻ പറ്റുള്ളൂ, പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ പറ്റൂ, വിശുദ്ധിയിൽ വളരാൻ പറ്റൂ, പുണ്യത്തിൽ വളരാൻ പറ്റൂ, ക്ഷമിക്കാൻ പറ്റൂ. പല കുടുംബങ്ങളിലും കാണാം ഇത്രയും തിന്മയുടെ ശക്തികൾ. ഈ നാളുകളൊരു ഒരു ഒരു പഠിക്കുന്ന കുഞ്ഞിനെ, 10ാം ക്ലാസ് പഠിക്കുന്നൊരു കൊച്ചിനെ കൊണ്ട് ഒരു അപ്പനമ്മയും വന്നു. അവർ പറഞ്ഞാച്ച ഈ കുഞ്ഞും പഠിക്കുന്നില്ല, ഭയങ്കര തടസ്സം, എന്തവിന് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, ഇവനൊരുപാട് അസ്വസ്ഥതയുണ്ട്, ഭയങ്കര കോപമാണ്, ഇവനിവൻ്റെ സഹോദരനുമായിട്ട് ഭയങ്കര വഴക്ക് കൂടും, ടെലിവിഷൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ജപമാലയൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. ഇതിനൊരു മാനസിക അസുഖം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു ഇത് മെൻ്റലൊന്നും അല്ല, എന്തോ അവർ പറഞ്ഞു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അപ്പോൾ ഈ സമയത്താണ് ഒരു സൈക്കാട്രി, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോകും, അണക്കരയിലുള്ള ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നവർ, ഞാൻ കണ്ടു, സംസാരം കേട്ടു, കാര്യങ്ങൾ കേട്ടു. ആ സമയത്ത് ഈശോ പറഞ്ഞു കുഞ്ഞിനെ തലയൊക്കെ വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ. യേശു നാമത്തിൽ ബന്ധിക്കുകയും കുഞ്ഞു താഴോട്ടും വീണു. അബോധാവസ്ഥയിൽ കിടക്കുക. 2-3 മിനിറ്റ് നമ്മൾ തെളിക്കും, ഭയങ്കരമായിട്ടങ്ങ് ഇളകുക, അനിയന്ത്രിതമായിട്ടങ്ങ് നിൽക്കുക. ഒന്നും ചെയ്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ തിന്മയുടെ ശക്തി വിട്ടുപോയി. ഇവരെഴുന്നേറ്റപ്പോൾ ഇവൻ്റെ മുഖം വന്നപ്പോൾ ഇവൻ്റെ മുഖം ഇരുണ്ട് കൂടി നിൽക്കുന്ന മുഖം, ഒരു വല്ലാത്ത മുഖം. പക്ഷെ പോകുമ്പോൾ പുഞ്ചിരിച്ച് സന്തോഷത്തോടെ എനിക്ക് വാക്ക് തന്നു, അച്ഛനെ ഈ വർഷം നന്നായിട്ട് ഞാൻ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ ജയിക്കും. നല്ല മാറ്റം, ഒരു വിശുദ്ധിയിലേക്ക് വരിക.
അതാണ് തിന്മയുടെ ശക്തികൾ കാണാൻ പറ്റും. ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും, സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഈ പ്രവർത്തനം അറിയത്തില്ലാത്ത, അതാണ് ശരിക്കും സാത്താൻ്റെ ശക്തികളുടെ പ്രവർത്തനം അറിയത്തില്ലെങ്കിൽ നമ്മൾ അവൻ്റെ പിടിയിലായി കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാകില്ല. അതല്ല, ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ദുർഗന്ധമുണ്ട്, അത് പുറത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷെ ആ വീട്ടിലുള്ളവർക്ക് ആ വീടിനകത്തെ മുറിയിലെ ദുർഗന്ധം അറിയാനാവില്ല. അവരുടെ വിചാരം അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് എന്തോ ഒരു ചീഞ്ഞ വേണം, എന്തോ ഒരു അശുദ്ധമായത്. കാരണം എന്നും അതിനകത്ത് കഴിയുന്നവർക്ക് അത് അറിയില്ല, അത് തിന്മയുടെ ശക്തിയാണെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ അതിനകത്തിരുന്നു കൊണ്ട് തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ഈ തിന്മയിൽ കഴിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വളർച്ചയില്ല, ഉയർച്ചയില്ല, മുരടിച്ച ജീവിതം, അഭിഷേകം നഷ്ടപ്പെട്ട ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് വലിയൊരു മാനസാന്തരത്തിലേക്ക് വരാം, നമുക്ക് തിരിച്ചറിവിലേക്ക് വരാം, പ്രാർത്ഥനയിലേക്ക് വരാം. ഈ അന്ധകാര ശക്തിയെ തോൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ പ്രാർത്ഥന കൂടട്ടെ, വിശ്വാസ ജീവിതം നയിക്കട്ടെ, സഭയിൽ ജീവിക്കട്ടെ, നന്നായിട്ട് ബലികൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരട്ടെ, കർത്താവിനെ സ്വീകരിക്കട്ടെ. കർത്താവിനെ സ്വീകരിക്കാൻ എനിക്ക് മടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഇതകത്ത് കയറിയിട്ടുണ്ട്. ജപമാല ചെല്ലാൻ താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരു തിന്മയുടെ ശക്തി ഉള്ളിൽ കയറിയിട്ടുണ്ട്. ദൈവവചനം വായിക്കാനുള്ള താല്പര്യം കുറഞ്ഞു ഓർത്തുകൊള്ളുക, തിന്മയുടെ ശക്തി കയറിയിട്ടുണ്ട്. പാപം ചെയ്യാൻ, പാപ സാഹചര്യങ്ങളിലേക്ക് പോകാൻ പ്രേരണ കൂടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഈ തിന്മയുടെ ശക്തി കൂടിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയുക, നന്നായിട്ട് തിരിച്ചറിയുക. അത് അഭിഷേകം കൊണ്ടല്ലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഇത്ര വചനം കേൾക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും പറയും, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അതാണ് പലർക്കും ക്രിസ്തു ഇടപെടുന്ന ഇഷ്ടമില്ല, സഭ പ്രാർത്ഥിക്കുന്ന ഇഷ്ടമില്ല. ചിലർക്ക് വൈദികരെ കാണുമ്പോൾ ഭയങ്കര അരിശുവ, പള്ളി കാണുമ്പോൾ ഭയങ്കര അരിശുവ, കുരിശ് കാണുമ്പോൾ അരിശുവ, സുവിശേഷം ഭയങ്കര അരിശുവ, സന്ധ്യാപ്രാർത്ഥന ഭയങ്കര അരിശുവ, ധ്യാനം ഭയങ്കര അരിശുവ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അവരുടെ തിന്മയുടെ ശക്തി വിട്ടുപോകാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, തിന്മയുടെ ശക്തി നീ ആളെ വിട്ടുപോവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞ് വലിയ വിടുതലും വലിയ സൗഖ്യവും വലിയ മാനസാന്തരങ്ങളും ഈ സമയത്ത് സംഭവിക്കട്ടെ. ഈ തിന്മയുടെ ശക്തി നമ്മളെ കീഴ്പ്പെടുത്തുന്നത് എപ്പോഴാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പാപത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ, തിന്മയുടെ വഴികളിലൂടെ പോകുമ്പോൾ, ആ സമയത്താണ് ഈ തിന്മയുടെ ശക്തികൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകുന്നത്, ആ ഒരു സമയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ തിന്മയുടെ ശക്തി വിട്ടുപോകണമെങ്കിൽ നമ്മൾ ശരിക്കും ദൈവത്തിലേക്ക് വരണം, പ്രാർത്ഥനയിലേക്ക് വരണം. അതായത് യാക്കോബ് ലേഖനം പറയുന്നത് പോലെ, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. വചനം കേൾക്കണം, വചനം കേട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ പറ്റും. ദൈവമേ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹങ്ങൾ വർഷിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്ന ഏതെങ്കിലും മകനോ മകളോ ഉണ്ടെങ്കിൽ കർത്താവ് എങ്ങനെ ആണിപ്പടുള്ള കൈ നീട്ടി തൊട്ട് ആ വ്യക്തിയെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 28 മുതലുള്ള വചനം, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ സമയത്ത് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കരം പ്രകടമാകട്ടെ. വലിയ വിടുതലുണ്ടാകട്ടെ. അഭിഷേകത്തിന് മേൽ അഭിഷേകം നിറയട്ടെ. ഒന്നു ചേർന്ന് നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. പരിശുദ്ധാത്മ ശക്തിയാൽ നിൻ കരത്തിൻ ആശ്ലേഷം
ശേഷം ദൈവമേ പകരുന്നു ബലമെന്നിൽ. ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് നിറയപ്പെട്ട് കഴിയുമ്പോൾ ആരാധ്യൻ ഉണരുന്നു. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനെ. ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. തേജസ്സേഴും കണ്ണുനീരോട് പ്രാർത്ഥിക്കട്ടെ. മുഖമൻ ഹൃദയത്തിനാനന്ദമേ. അഭിഷേകം നിറയട്ടെ എല്ലാ മക്കളേക്കും. ആരാധ്യൻ സ്വർഗീയമായ അഭിഷേകം, പരിശുദ്ധാത്മ ശക്തി വണങ്ങുന്നു ഞാൻ പ്രിയനെ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, തേജസ്സേഴും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ മക്കളേക്കും നിറയട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് ജ്വലിക്കട്ടെ.